ഇപ്പോൾ മാത്യു കുഴൽനാടൻ MLA-യും കലാരാജുവും വാർത്താസമ്മേളനം നടക്കുന്നു. കൂത്താട്ടുകുളത്തെ പ്രതിഷേധം. വൈസ് ചെയർമാനും ജനാധിപത്യത്തെ അവഹേളിച്ച്, ജനാധിപത്യ പ്രക്രിയ അവഹേളിച്ച്, നിയമങ്ങളെയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെയും അവഹേളിച്ച് കൗൺസിലുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഇന്ന് 13 കൗൺസിലർമാർ നിങ്ങളുടെ മുമ്പിലുണ്ട്. അംഗസംഖ്യ 25 ആയിരിക്കെ 13 കൗൺസിലർമാരും വിയോജിച്ച അജണ്ട പാസ്സാക്കി എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന ജനാധിപത്യ വിരുദ്ധ പ്രക്രിയയെ ഞങ്ങൾ തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുകയും അതുപോലെ തന്നെ അതിശക്തമായി രാഷ്ട്രീയപരമായും നിയമപരമായുമുള്ള പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഈ പ്രതിപക്ഷത്തെ പിന്തുണക്കുന്ന കലാരാജു സ്വാഭാവികമായും നേരത്തെ CPM-ന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചാലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജിവെക്കുന്നതല്ലേ ധാർമ്മികത? അല്ല, ധാർമ്മികതയുടെ ചോദ്യം നിങ്ങൾക്ക് ഉയർത്താം. മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞല്ലോ. ഇപ്പോ ഇവിടെ കൂത്താട്ടുകുളത്ത് നടന്ന സംഭവം ഇപ്പൊ ഇതുവരെ കലാരാജു പ്രതിപക്ഷത്തിന്റെ ഏതെങ്കിലും കാര്യത്തിൽ അനുകൂലമായി എടുത്തോ? നിങ്ങളുടെ പ്രസംഷൻ അല്ലേ, നിങ്ങളെ ധരിക്കുന്നതല്ലേ? കലാരാജു ഈ സമയം വരെ CPM-നെതിരെ വോട്ട് ചെയ്തോ? രാജി ചോദിക്കുന്നുണ്ടല്ലോ. അല്ല, CPM-നെതിരെ ഞാൻ പറയുന്നത് അല്ലല്ല, ഒരു സെക്കൻഡ്. ലീഗലി സ്പീക്കിംഗ്, ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് CPM-ന് അവരുടെ രാജി, ധാർമ്മികത ഉയർത്തിയ രാജി ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ കൗൺസിലർ എന്ന നിലയിൽ നിയമവിരുദ്ധമായി ആക്ട് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? CPM-നെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവരും CPM-നെതിരെ ചായക്കടയിൽ എന്ന് പറയുന്നവർക്കും ഒക്കെ ഇവിടെ ഒരു നിയമം ഉണ്ടെന്ന് പറയാൻ പറ്റും. ചോദ്യമാണ്. CPM-ന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച് നഗരസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത അങ്ങയുടെ വലതുവശത്തിരിക്കുന്ന കലാരാജു എന്ന കൗൺസിലർ അങ്ങയുടെ ഒപ്പം ഇരുന്ന് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ തന്നെ എന്താണ് അതിന്റെ രാഷ്ട്രീയ നിലപാട്? ലീഗലി മാറ്റി പറഞ്ഞുതരാം. ഒരു കൗൺസിലറായ ജനപ്രതിനിധിയായ ഒരു വനിത, ഒരു സ്ത്രീ, ഒരു വിധവ, അവരെ പരസ്യമായി വസ്ത്രാക്ഷേപം നടത്തി, അവരെ പരസ്യമായി മർദ്ദിച്ചു, അവരെ പരസ്യമായി തട്ടിക്കൊണ്ടുപോയി, അവരെ തടങ്കലിൽ വെച്ചു. ബാക്കിയെല്ലാം മാറ്റിവെക്കും. ആ കാര്യത്തിൽ പൊതുപ്രവർത്തന എന്ന നിലയിൽ എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ലേ? എനിക്ക് ആ സ്ത്രീക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പറ്റില്ലേ? ഞങ്ങൾക്ക് ആ പാർട്ടി എന്ന നിലയ്ക്ക് ആ സ്ത്രീയെ സംരക്ഷിക്കാൻ കഴിയില്ല. CPM ആയിപ്പോയി എന്നതുകൊണ്ട് അവരുടെയൊക്കെ വേട്ടയ്ക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന, ഒരു സ്ത്രീ പരസ്യമായി നിങ്ങളെല്ലാം നിങ്ങളുടെ ക്യാമറ കണ്ണുകളുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ടതല്ലേ? വസ്ത്രാക്ഷേപം നടത്തിയതല്ലേ? തട്ടിക്കൊണ്ടുപോയതല്ലേ? CPM-ന്റെ ചിഹ്നത്തിൽ മത്സരിച്ചു എന്നതുകൊണ്ട് അവരുടെ വേട്ടപ്പട്ടികൾക്ക് വിട്ടുകൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ അഭിമാനത്തോട് പറയും, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു പൊതുപ്രവർത്തകൻ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളുടെ കടമയാണ് അനീതിക്കെതിരെ പോരാടുക എന്നുള്ളത്. അക്രമവും അനീതിയും കണ്ടു നിൽക്കാൻ CPM-ൽ ആയിപ്പോയി എന്നതുകൊണ്ട് ആർക്കും എന്തുവാകാൻ നിങ്ങൾ ധരിക്കരുത്. മാത്യു കുഴൽനാടൻ MLA-യും ഒപ്പം കലാരാജുവും മാധ്യമങ്ങളെ കാണുകയാണ്. കൂത്താട്ടുകുളം പ്രതിഷേധം തുടരുന്നു. 13 കൗൺസിലർമാർ ഇവിടെയുണ്ട്, അതായത് ഭൂരിപക്ഷം കൗൺസിലർമാരും ഇവിടെയുണ്ട്. പിന്നെ ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിൽ UDF-ലേക്ക് ഇപ്പോൾ പോയ കലാരാജുവിന്റെ കൂറുമാറ്റം ഏത് തരത്തിലേക്ക് വരുമെന്നുള്ളതുണ്ട്. സ്വാഭാവികമാണ്. എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങളുമായി കൂത്താട്ടുകുളം കൂടുതൽ സംഘർഷത്തിലേക്ക് മാറുന്നു.